4 years ഓൾ ടുഗെദർ ഭയങ്കരമായിട്ട് ഹാർട്ടിട്ട് വർക്ക് ചെയ്തൊരു ഫിലിമാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട്. ഭയങ്കരമായിട്ട് നമ്മൾ പേഴ്സണലി ഇൻവോൾവ് ആയിട്ട് റൈറ്റിങ്ങിലാണെങ്കിലും ആക്ച്വലി ആ ബസ് സീൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കൽ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ അത് എന്തോ ഫോർ സം റീസൺ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പാക്കപ്പ് പറഞ്ഞ്, അതായത് ലാസ്റ്റ് ഡേ ഓഫ് ഷൂട്ടാണ്, നാളെ എല്ലാവരും പിരിഞ്ഞു പോകാൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് എനിക്കെന്തോ അത് എവിടെയോ എനിക്ക് പറയാൻ ആഗ്രഹമുള്ള സംഭവം വർക്ക് ഔട്ട് ആയിട്ടില്ല എന്ന് തോന്നുന്നിടത്ത് ഞാൻ സാറിൻ്റെ അടുത്ത് പാക്കപ്പ് പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സാർ നമുക്ക് ആ ക്ലൈമാക്സ് ഒന്ന് റീഷൂട്ട് ചെയ്താലോ? ഞാൻ അത്ര ഹാപ്പി അല്ല അതിൽ. കാരണം 4 years മൊത്തത്തിലൊരു കോൺവെർസേഷണൽ മൂവിയാണല്ലോ. അപ്പം അതിൻ്റെ എൻഡിങ് ഇനിയിപ്പോൾ ഒരു സീക്വൽ ഉണ്ടാവോ ഇല്ലേന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാൽ പോലും അതിലേക്കുള്ളൊരു ജേർണി ആയിട്ട് നമുക്കത് തോന്നണമല്ലോ. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചത് എന്തോ എനിക്ക് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഡയലോഗ്സ് ആണെങ്കിലും സർജാനോൻ്റെ ക്യാരക്ടർ പറഞ്ഞ ഡയലോഗ്സ് ആണെങ്കിലും എനിക്കതെന്തോ എവിടെയോ ഇമോഷണലി ഒരു കണക്ഷൻ കിട്ടിയിട്ടില്ല എന്നെനിക്ക് തോന്നി. എനിക്ക് ഞാൻ ഭയങ്കര ഹാർട്ടിട്ട് പെർഫോം ചെയ്ത ഒരു ക്ലൈമാക്സ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഞങ്ങളെല്ലാവരും കൂട്ടത്തോടെ പോയി പറഞ്ഞു, സാർ ഇതൊന്ന് റീഷൂട്ട് ചെയ്താലോ? സാർ എന്തു പറ്റി? ഞാൻ പറഞ്ഞു, അതെന്തോ വർക്ക് ആയിട്ടില്ല സാർ, എനിക്കെന്തോ ഹാപ്പി ആയിട്ടില്ല, ഒന്ന് വേറെ രീതിയിൽ നമുക്കൊന്ന് റൈറ്റിംഗ് ആണെങ്കിലൊന്ന് വേറെ രീതിയിൽ ട്രൈ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്ന് രാത്രി പാക്കപ്പ് പാർട്ടീൻ്റെ ഇടയിൽ റൂമിൽ പോയി, സാറിൻ്റെ റൂമിൽ പോയി ഞങ്ങളെല്ലാവരും കോൺവെർസേഷൻ ഫുൾ ബ്രേക്ക് ചെയ്ത് റീബിൽഡ് ചെയ്ത് അങ്ങനെ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ പിന്നെ ഷൂട്ട് ചെയ്ത പരിപാടിയാണ് അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. സോ അത്രയും എന്താ പറയുക, ആ എഫേർട്ട് ഇട്ടത് ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നോട്ടീസ് ചെയ്തു. കാരണം സെറ്റിൽ ആയിട്ടുള്ള അഭിനയത്തെ നമ്മൾ കുറച്ചുകൂടെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ സിനിമകളിൽ പണ്ടത്തെ പോലെ എക്സ്പ്രഷൻസ് ഇല്ല. ഇപ്പൊ എല്ലാം അറിയാം എന്താണെന്നുള്ളത്. ക്യാമറയെ മനസ്സിലാക്കുന്ന ആർട്ടിസ്റ്റുകൾ, അതിനെ ജഡ്ജ് ചെയ്യാൻ കഴിയുന്ന സംവിധായകർ, അതേപോലെ തന്നെ അതിന്റെ റിസൾട്ടിനെ സൂക്ഷ്മമായി അനലൈസ് ചെയ്യുന്ന പ്രേക്ഷകരും. അത് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം തന്നെ എക്കോ വിജയിക്കുന്ന സമയത്ത് കിഷ്കിന്ധാണ്ടം വിജയിച്ചൊരു സ്പേസിൽ നമുക്കൊരു ആശ്വാസമാണ്. ഈ പടങ്ങളൊക്കെ വിജയിക്കുമല്ലോ. അപ്പം ഈ 4 years ശരിക്കും OTT വരുമ്പോഴാണ് ശ്രദ്ധ നേടുന്നത് എന്നുള്ളത്. ഇപ്പോൾ പ്രിയ പറയുന്നത് പോലെ ചില പടങ്ങളൊക്കെ OTT വരുമ്പോഴാണ് ശ്രദ്ധ നേടുന്നത്. നമുക്കൊരു ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. പക്ഷെ എക്കോ അത് അങ്ങനെ അല്ലാതെ തന്നെ ഗ്രിപ്പ് അടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അപ്പം മലയാള സിനിമയിൽ അത്തരം പ്രതീക്ഷകൾ ഉള്ളത് കൂടെ പറയണം കേട്ടോ. ഈ 4 years ആദ്യന്തം ഒരു മീറ്റർ ഉണ്ട് ആ ക്യാരക്ടേഴ്സിന്റെ. കാരണം എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു നഷ്ടപ്രണയം എന്ന് പറയുന്നതിന് ഒരു മൂഡുണ്ട്. ആ മൂഡിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ടോട്ടലി ആ സിനിമയുടെ ക്രാഫ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ആ മൂഡ് അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഇത് മീറ്റർ പിടിക്കുക എന്ന് പറയുന്നത് പ്രിയ അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് അല്ല, സർജാനും അതെ, അത്രയും എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ നല്ല ആർട്ടിസ്റ്റുകളാണ്. പക്ഷെ ഈ മൂഡ് എങ്ങനെയായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നോ? അതേ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നിൽക്കുകയായിരുന്നോ? ഞാൻ ആക്ച്വലി ആദ്യത്തെ ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഓൾ ഓക്കെ ആയിരുന്നു. ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ രഞ്ജിത്ത് സാറും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതേ മീറ്റർ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഗായത്രി എന്ന് പറയുന്ന ക്യാരക്ടറിലേക്കും കാസ്റ്റ് ചെയ്തപ്പോൾ തൊട്ട് സാർ എൻ്റെ അടുത്ത് ഇതിൽ പ്രിയയ്ക്ക് എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, വാട്ട് യു തിങ്ക് ഹെർ ക്യാരക്ടറിസ്റ്റിക്സ് ആർ, എന്ത് നേച്ചറുള്ള കുട്ടിയായിരിക്കും, ഒരു ബേസിക് ഐഡിയ പുള്ളിക്കാരൻ എനിക്ക് തന്നതിന് ശേഷം എന്നെ കൊണ്ട് എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതും ചോദിച്ചിരുന്നു. അപ്പോൾ പല സീൻസിലായിട്ടും ഗായത്രി ക്യാൻഡിൽ കത്തിച്ചിരിക്കുന്നുണ്ട്, സെൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനത്തെ സട്ടിൽ സാധനങ്ങളൊക്കെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് ഗായത്രി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൽ. ഗായത്രി എഴുതും. അപ്പം ഇതിൽ ആക്ച്വലി 4 years എന്ന് പറയുന്ന സിനിമയിൽ ഫസ്റ്റ് ഒരു ലോങ് നരേഷൻ ഉണ്ട്, എൻ്റെ വോയിസിലുള്ളൊരു നരേഷൻ. ചിലർക്ക് ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവില്ല, ചിലർക്ക് മനസ്സിലാക്കാൻ താല്പര്യം. അത് ആക്ച്വലി ഞാൻ എഴുതിയതാണ്. ഞാൻ എഴുതിയൊരു ഇംഗ്ലീഷ്, ഞാൻ ഈ സ്ക്രിബിൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇംഗ്ലീഷിൽ ഞാൻ എഴുതിയൊരു ഹൈക്കു എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ സാറ് മലയാളത്തിലേക്ക് ഞാൻ അയച്ചു കൊടുത്തപ്പോൾ അതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ്. അങ്ങനെ പലയിടത്തുമായിട്ട് നമ്മൾ ഹൈക്കു കവിതകൾ യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറേ പേഴ്സണൽ കാര്യങ്ങൾ അതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ തൊട്ടേ ഗായത്രി എന്ന് പറയുന്ന കുട്ടി എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഐഡിയ എനിക്കുണ്ടെങ്കിൽ പോലും സെക്കൻഡ് ഡേ ഓഫ് ഷൂട്ടിൽ ഞാൻ പെട്ടു. സെക്കൻഡ് ഡേ ഓഫ് ഷൂട്ടിൽ ഒരു ചെറിയ സീനാണ്, ഒരു കീ ചെയിൻ കൊടുക്കുന്ന സീനോ എന്തോ ആണ്. അതിലെൻ്റെ
ആക്ടിങ് വർക്ക് ആവുന്നില്ല, ലൈക്ക് വാട്ട് ഐ എം ഡൂയിങ് എന്നുള്ളത് വർക്ക് ആവുന്നില്ല. ഞാൻ പെട്ടു. സർ വാസ് ലൈക്ക് എന്താ അത് ഇങ്ങനെയല്ല അങ്ങനെ. അപ്പം എനിക്ക് തീരെ പറ്റുന്നില്ല, ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഒന്നും വർക്ക് ആവുന്നില്ല. അപ്പം ആകെ മൊത്തത്തിൽ ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി. സെക്കൻഡ് ഡേ ആയിട്ടുള്ളൂ. ഫസ്റ്റ് ഡേ ഭയങ്കര അടിപൊളി റെസ്പോൺസ് ഒക്കെ കിട്ടിയിട്ട് സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്ക് ഇങ്ങനെ. അപ്പം എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായില്ല. ഞാൻ സാറിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ഞാൻ പറഞ്ഞു, സർ എന്താണ് ഞാൻ മാറ്റിപ്പിടിക്കേണ്ടത് എന്നുള്ളത് എനിക്കൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരുമോ? ഗായത്രി എന്ന് പറയുന്ന കുട്ടി ഇന്ന മീറ്ററിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിലെന്താണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് പറഞ്ഞു തരുമോ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ആ ഒറ്റ കാര്യമേ ഉള്ളൂ പ്രിയ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഭയങ്കര എവിഡൻ്റ് ആണ്. അല്ലെങ്കിൽ ഐസ് ആൻഡ് ഐബ്രോസ് സ്പീക്ക് എ ലോട്ട് വെൻ യു സ്പീക്ക്. എൻ്റെ ഗായത്രി അത്ര എക്സ്പ്രസീവ് അല്ല. അവൾ ഭയങ്കര സട്ടിലായിട്ടുള്ളൊരു കുട്ടിയാണ്. ഐബ്രോസ് അധികം അനങ്ങില്ല, കണ്ണധികം എക്സ്പ്രസീവ് അല്ല, പക്ഷെ എന്നാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു, അതാണ് എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു. ആ ഒരു ബ്രീഫ് കിട്ടിയതിന് ശേഷം ഞാൻ പിന്നെ പോയി ചെയ്തതൊക്കെ ഓക്കെയാണ്. പിന്നെ അങ്ങോട്ട് ഓക്കെയാണ്. എനിക്ക് മനസ്സിലായി, കണ്ണധികം യൂസ് ചെയ്യണ്ട, പുരിക അധികം യൂസ് ചെയ്യണ്ട, ഞാൻ എത്ര എക്സ്പ്രസീവ് ആണോ അത്ര എക്സ്പ്രസീവ് ആവേണ്ട കാര്യമില്ല ആ ക്യാരക്ടർ എന്നുള്ളത്. അപ്പൊ അതൊന്ന് ടോൺ ഡൗൺ ചെയ്തപ്പോൾ പിന്നെ അങ്ങോട്ട് മീറ്റർ സെറ്റായി.